ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി രേവതിക്കും സമ്മാനം കിട്ടിയിരിക്കുന്നത് ശ്രുതിക്കും ചന്ദ്രയ്ക്കും തീരെ പിടിക്കുന്നില്ല അല്ലേ. എന്നാൽ രവിയാണെങ്കിൽ ഇരുവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ശ്രുതി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം ജഡ്ജസിനെ സ്വാധീനിച്ചെന്ന് രേവതിയും സച്ചിയെ സമ്മാനം മേടിച്ചതാണെന്നും അല്ലാതെ ഇവർക്ക് എന്ത് അർഹതയാണുള്ളത് ഈ ഒരു സമ്മാനം മേടിക്കാനുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് രവി പറയുന്നുണ്ട് ഇവർക്കാണ് ഇതിനുള്ള അർഹതയുള്ളത്, ഇവർ തന്നെയാണ് പലപ്പോഴും പല രീതിക്കേട് വഴക്കിടുന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിൽ സ്നേഹം നിലനിൽക്കുന്നത് കൊണ്ടാണെന്നൊക്കെ രവി പറയുന്ന നേരത്തെ അച്ഛൻ പറഞ്ഞ നേരാണ്. ജഡ്ജസും ഇതേ രീതിയിൽ തന്നെ സംസാരിച്ചു ഇല്ലേ രേവതി എന്ന് സച്ചി ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നുണ്ട് അത് അവരിങ്ങനെ സംസാരിച്ചിരുന്നു, അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, കള്ളത്തരം മറച്ചു വെക്കുന്നവർക്കിടയിലാണ് പരസ്പരം വഴക്കിടാത്തത്, എന്നാൽ ജീവിതത്തിൽ എല്ലാവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം തന്നെ പരസ്പരം പങ്കുവെക്കുന്നവർക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ ജഡ്ജസ് അല്ലേ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അവർക്ക് എന്തൊക്കെയോ കൈക്കൂലി കൊടുത്തു തന്നെയാണ് നിങ്ങൾ സമ്മാനം മേടിച്ചതെന്നൊക്കെ ശ്രുതി ഇങ്ങനെ സച്ചിനെ രേവതിയും താഴ്ത്തി കെട്ടിയ രീതിയിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് നിനക്ക് സമ്മാനം കിട്ടിയില്ല എന്നുള്ള സങ്കടം നിനക്കുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ വെച്ചാൽ മതി, അല്ലാതെ സച്ചി രേവതി മേടിച്ചിരിക്കുന്ന സമ്മാനത്തിലേക്ക് നോക്കി നീ വെറുതെ കൊതി കുത്താൻ നിൽക്കണ്ട എന്നൊക്കെ രവി പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു സംസാരം നമ്മുടെ ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല. ചന്ദ്ര നല്ല രീതിയിൽ തന്നെ രവിയോടായിട്ട് മറുപടി പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്രയുടെ വായടയ്ക്കുന്ന രീതിയിൽ തന്നെ രവിയും മറുപടി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന ശ്രുതി. ആ ഒരു സമയം തന്നെയാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട് അല്ല ജഡ്ജസ് അതേ രീതിയിൽ സംസാരിച്ചായിരുന്നോ, നിന്റെയും ശ്രുതിയുടെയും മനസ്സിലായിട്ട് എന്തെങ്കിലും കള്ളത്തരം, അതായത് നിങ്ങൾ പരസ്പരം എന്തെങ്കിലും പങ്കുവെക്കാതെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്ന നേരത്ത് ശ്രുതി ഒരു നിമിഷം പാത്രമായിട്ട് ശ്രുതി പറയുന്നുണ്ട് ഇല്ല ആൻറ്റി അങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്തായാലും ഭയങ്കര തലവേദന, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എന്നാൽ ശ്രുതിയുടെ പെരുമാറ്റം എല്ലാം തന്നെ സംശയത്തോട് തന്നെയാണ് ചന്ദ്രൻ നോക്കിക്കാണുന്നത്. അതിനുശേഷം കാണിക്കുന്നത് രവി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ സച്ചി രേവതിയും തനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു മൊമെൻ്റേയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കാണുന്ന സമയത്ത് ചന്ദ്ര പറയുന്നത് നിങ്ങളെ പറ്റിച്ചാണ് 1 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വെറുതെ കാർഡ്ബോർഡ് ഷീറ്റിൽ 1 ലക്ഷം രൂപ എന്ന് എഴുതി കാണിച്ചില്ല തന്നു, നിങ്ങൾക്ക് അത് തന്നെ വേണമെന്നൊക്കെയാണ് ചന്ദ്ര കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും ഇത് വെറും ഒരു ഡെമോ മാത്രമാണ്, അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ കിട്ടുന്നതായിരിക്കും എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഒന്നും തന്നെ പിടിക്കുന്നില്ല കേട്ടോ. ആ സമയം തന്നെ സച്ചി പറയുന്നത് അച്ഛ 1 ലക്ഷം രൂപ കിട്ടുന്ന സമയത്ത് ഞങ്ങളത് അച്ഛൻ്റെ കൈകളിലേക്ക് തരുമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കൊന്നും വേണ്ട ക്യാഷ് എന്ന് രവി മറുപടി പറയുന്നുണ്ട്. അതല്ല അച്ഛാ, ഈ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ അച്ഛന് തരുമെന്ന് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നെന്ന് രേവതിയും മറുപടി പറയുന്നുണ്ട്. എന്നാൽ രവി പറയുകയാണ് അതൊന്നും വേണ്ട, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്, എത്രയും വേഗം ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നോക്ക്, എത്രയും വേഗം വീടിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളാനായിട്ട് രവി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചയും രേവതിയും വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് ചന്ദ്ര സച്ചി രേവതിക്കും എന്ത് വലിയ സംഭവമാണ് കിട്ടിയിരിക്കുന്നത് എന്ന രീതിക്ക് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ ഒരു സമയത്ത് രവി പറയുന്നുണ്ട് നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ ചന്ദ്രേ, നീ മക്കളെ 3 പേരെയും ഒരേ രീതിയിൽ കാണാൻ ശ്രമിച്ചു നോക്ക്, സച്ചിക്ക് രേവതിക്ക് പണം കിട്ടിയതുകൊണ്ട് അവർ എൻ്റെ കയ്യിൽ തരാമെന്ന് പറഞ്ഞു, അതേസമയം നിന്റെ മകൻ ശ്രുതിയുടെ കയ്യിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ വീട്ടിലേക്ക് പോലും ആ ഒരു പണം എത്തുകയില്ലായിരുന്നു എന്നൊക്കെ രവി പറയുന്നത് നമ്മുടെ ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് റൂമിലേക്ക് ചെന്നതിന് ശേഷം ശ്രുതി ഭയങ്കര സങ്കടത്തിലുള്ള ആ ഒരു സമയം തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി വന്നിട്ട് ശ്രുതിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ശ്രുതിക്ക് സങ്കടമൊന്നുമില്ല നമുക്ക് സമ്മാനം കിട്ടാത്തതിൽ എന്ന് ചോദിക്കുന്ന നേരത്ത് അവിടെ ഇരിക്കുന്ന ജഡ്ജസ് ഫേക്കാണ്, അതുകൊണ്ടാണ് നമുക്ക് സമ്മാനം കിട്ടാവുന്നത്, എന്തായാലും എനിക്കിപ്പോൾ വലിയ സങ്കടവും തോന്നുന്നില്ല, എനിക്ക് നല്ലൊരു ഭാര്യയാണ് കിട്ടിയിരിക്കുന്നത്, എനിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം, ആ ജഡ്ജസ് പറഞ്ഞിട്ടെല്ലാം അറിയേണ്ടതെന്നൊക്കെയാണ് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയിൽ ഒരു കണക്കിന് സമാധാനിപ്പിച്ച് ശ്രുതി പോകാതിരിക്കുന്ന സമയം ഒന്നുകൂടി തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നു ശ്രുതി ജഡ്ജസ് പറഞ്ഞ ഓർമ്മയുണ്ടോ, പരസ്പരം കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നവർക്കിടയിലാണ് പിണക്കമില്ലാത്തതെന്ന്, അതിൽ എന്തിനും കള്ളത്തരം നീ മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിനക്കെന്താ ഞാൻ കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ശ്രുതി എന്ന് ശ്രുതി മറുപടി ചോദിക്കുന്നുണ്ട്. ഇല്ല ശ്രുതി, നീ എന്നിൽ നിന്ന് ഒരു കള്ളത്തരവും മറിച്ചുള്ളൂ, നീ എന്നും എൻ്റെ നല്ലൊരു ഭാര്യയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ മടിയിലേക്കൊക്കെ തല ചായച്ച് കിടക്കാണ്ട ശ്രുതിയാണെങ്കിൽ താൻ മറച്ചു വെച്ചിരിക്കുന്ന കള്ളത്തരം എങ്ങനെയായാലും ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളൊരു ഒരു ആകെ ടെൻഷനോട് കൂടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം തന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയും വർഷയുമാണ്. ശ്രീകാന്ത് വർഷയായിട്ട് തങ്ങൾക്ക് സമ്മാനം കിട്ടില്ല, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിക്കുക, അതായത് നീ കാരണമാണ് സമ്മാനം കിട്ടാത്തതെന്ന് വർഷയും നിന്റെ പെരുമാറ്റവും നിന്റെ ദേഷ്യവും കാരണമാണ് സമ്മാനം കിട്ടാത്തതെന്ന് ശ്രീകാന്തും പറയുകയാണ്. പെട്ടെന്ന് തന്നെ വർഷ പറയുന്നുണ്ട് നീ പറഞ്ഞതാണ് തെറ്റായിപ്പോയി, നിനക്ക് 3 മക്കൾ വേണമെന്ന് പറഞ്ഞു, പക്ഷെ എന്നോട് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ മറുപടി വേറെ ആയിപ്പോയി, നീ എന്നോട് പറയാതെ തീരുമാനമെടുത്തു എന്നൊക്കെയാണ് വർഷ പറയുന്ന നേരത്ത്
എൻ്റെ പൊന്ന് പക്ഷേ ഞാൻ ഒന്നും പറയാനില്ല, നമുക്ക് കുട്ടികളെ വേണ്ട എന്ന് ശ്രീകാന്ത് പറയുമ്പോഴത്തേക്ക് കുട്ടികൾ വേണ്ടെന്ന് ആരാ പറഞ്ഞു, എനിക്ക് കുട്ടികൾ വേണമെന്ന് വർഷ മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് വർഷയ്ക്ക് മുന്നിൽ കൈ തൊഴുതിട്ട് അതായത് വർഷയുടെ സ്വഭാവം തങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന രീതിക്ക് വർഷേനെ ഒരു കളിയാക്കുന്ന രീതിക്ക് കൈ തൊഴുതു പിടിച്ചിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടാത്ത രീതിക്ക് നിൽക്കുകയാണ് നമ്മുടെ വർഷ. ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.